NGC ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് BA ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് സെമസ്റ്റർ പേപ്പറായിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂൾ 3 സ്പീക്കിംഗ് ആണ്, യൂണിറ്റ് 4 ലെസൺ 1. അപ്പൊ നമ്മൾ ഈ ഒരു ടെക്സ്റ്റിനകത്ത് ആദ്യം ഫസ്റ്റ് മൊഡ്യൂളായിട്ട് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആശയവിനിമയമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. ആൻഡ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ലിസണിങ് എന്താണ് അല്ലെങ്കിൽ ഫോണറ്റിക്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ആൻഡ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള സ്പീക്കിംഗ് ആണ്. എങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ സംസാരിക്കുന്ന ആ ഒരു സ്കില്ലിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ടെക്സ്റ്റ് വഴി തന്നെ നോക്കാം. Speech is a vital component in any act of communication. It is an active element and often uses verbal and non-verbal skills to make it effective and meaningful. അപ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പീച്ച് എന്ന് പറയുന്നത്, സംസാരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് എന്ത്? സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് എലമെന്റ് ആൻഡ് ഓഫൺ യൂസസ് വെർബൽ ആൻഡ് നോൺ വെർബൽ സ്കിൽസ് ടു മേക്ക് ഇറ്റ് എഫക്റ്റീവ് ആൻഡ് മീനിങ് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അത് എങ്ങനെയാവാം? വെർബൽ ആകാം, അതായത് നമ്മൾ വാക്കുകൾ കൊണ്ട് സംസാരിക്കാം. അതുപോലെ എന്തുമാകാം, ചിലപ്പോൾ നോൺ വെർബൽ സ്കിൽസും യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക അല്ലെങ്കിൽ കൈനെ കൊണ്ട് നമ്മുടെ ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്. സോ അങ്ങനെ വെർബലും നോൺ വെർബലും ആയിട്ടുള്ള സ്കില്ലിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്പീച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് എന്താവുന്നത്? ആ സ്പീച്ച് എഫക്റ്റീവും മീനിങ് ഫുള്ളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നത്. The speaking skills allows a person to convey messages in a thoughtful and convincing manner. അപ്പോൾ ഒരു വ്യക്തിക്ക് ആ ഒരു സ്പീക്കിംഗ് സ്കിൽ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൽ വ്യക്തമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ കൊണ്ട് എന്തിനു സാധിക്കുന്നതാണ്? ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആശയങ്ങളും ആദർശങ്ങളും അല്ലെങ്കിൽ അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് വ്യക്തമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. സോ സ്പീക്കിംഗ് സ്കിൽസ് allows a person to convey messages in a thoughtful and convincing manner. വ്യക്തമായ രീതിയിൽ അയാൾക്ക് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ എന്ത് സാധിക്കും? സ്പീക്കിംഗ് സ്കില്ല് കൊണ്ട് സാധിക്കും. While speaking in a one-to-one conversation or to a group, volume, clarity and variety through change in pace, volume, pitch, inflection, emphasis and pauses are to be taken care of. അതായത് ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയാണെങ്കിൽ 1-to-1 കൺവേഴ്സേഷൻ ആണെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കുകയാണെങ്കിൽ, ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നേതാവ് അണികളോട് സംസാരിക്കുക, അങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ ആണെങ്കിലും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്? നമ്മൾ വോളിയം, ക്ലാരിറ്റി ആൻഡ് വെറൈറ്റി ത്രൂ ദ ചേഞ്ച് ഇൻ പേസ്, വോളിയം, പിച്ച്, ഇൻഫ്ലക്ഷൻ, എംഫസിസ് ആൻഡ് പോസ്. അതായത് നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട്, ഇപ്പോൾ ഒരാളോടാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വോളിയം ശ്രദ്ധിക്കണം. വലിയ ഒച്ചത്തിൽ വിളിച്ച് നാട്ടുകാർ മൊത്തം കേൾപ്പിച്ച് പറയേണ്ട കാര്യമല്ലെങ്കിൽ അതിനനുസരിച്ച് സൗണ്ട് കുറച്ച് വേണം പറയാൻ. ഇനിയിപ്പോ ഒരു വലിയൊരു ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്താണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരാളെ വിളിച്ച് രഹസ്യം പറയുന്നത് പോലെയല്ല, പകരം ഒച്ച എടുത്ത് സംസാരിക്കണം. അപ്പോ അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? നമ്മുടെ വോളിയം, പറയുന്നതിന്റെ വോളിയം, പറയുന്നതിന്റെ ക്ലാരിറ്റി. ഇപ്പൊ നമ്മളെ വളരെയധികം അറിയാവുന്ന ഒരു ഫ്രണ്ടിനോടൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് പറയും? കോഡ് ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയും. അത് ആ ആള് മാത്രമായിരിക്കും മനസ്സിലാക്കുന്നത്. പക്ഷെ ആ സെയിം സാധനം മറ്റൊരു ഗ്രൂപ്പിനോട് പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോ നമ്മുടെ ഓഡിയൻസ് ആരാണോ അല്ലെങ്കിൽ നമ്മളെ ആരാണോ കേൾക്കുന്നത് അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് ക്ലിയർ ആകുന്ന രീതിയിൽ നമ്മൾ ക്ലാരിറ്റിയോടുകൂടി പറയണം. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ നിർത്തേണ്ട സ്ഥലത്ത് നമ്മളിങ്ങനെ വലിച്ചു വാരി പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന രീതിയിലല്ലാതെ എന്ത് ചെയ്യണം? നിർത്തേണ്ടടുത്ത് നിർത്തി, പിച്ച് മാറാൻ അല്ലെങ്കിൽ ഇൻഫ്ലക്ഷൻസ് ഒക്കെ നോക്കി എന്ത് ചെയ്യണം? കറക്റ്റ് വോളിയത്തിൽ, കറക്റ്റ് പേസിൽ, ഭയങ്കര സ്പീഡിൽ വലിച്ചു വാരി പറയാതെ എന്ത് ചെയ്യണം? കറക്റ്റ് പേസ് മെയിൻറ്റെയിൻ ചെയ്ത് പറയണം. എപ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പീക്കിംഗ് എന്ന് പറയുന്നത് എന്താകത്തുള്ളൂ? കൺവിൻസിംഗ് ആയിട്ട് മാറത്തുള്ളൂ എന്നാണ് പറയുന്നത്. And one must speak at a moderate pace, varying it to suit the purpose. സാഹചര്യത്തിനനുസരിച്ചുള്ള സ്പീഡിൽ മാത്രമേ എന്ത് ചെയ്യാവൂ? ഒരാള് സംസാരിക്കാവൂ. വോളിയം ഷുഡ് സ്യൂട്ട് ദ എൻവയോൺമെന്റ് ആൻഡ് ദ സൈസ് ഓഫ് ദ ഓഡിയൻസ്. ഇനി പറയുന്നതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം?
ആ ഒരു സാഹചര്യത്തെ, ആ ഒരു എൻവയോൺമെന്റിനെ സ്യൂട്ട് ചെയ്യുന്നതായിരിക്കണം. ഒരു മരണ വീട്ടിൽ പോയിട്ട് വിളിച്ചു കൂവരുത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു പൂരപ്പറമ്പിൽ പോയിട്ട് രഹസ്യം പറയും പോലെ പറയാനും നിൽക്കരുത്. സൗണ്ട് എടുക്കേണ്ടടുത്ത് സൗണ്ട് എടുക്കണം, സൗണ്ട് എടുക്കാൻ പാടില്ലാത്തടത്ത് അതിന്റെ മര്യാദ അനുസരിച്ച് എന്ത് ചെയ്യണം, സൗണ്ട് കുറച്ച് സംസാരിക്കണം. ആൻഡ് അതുപോലെ എന്ത് ചെയ്യണം, ആൻഡ് ദ സൈസ് ഓഫ് ദ ഓഡിയൻസ്. നമ്മളിപ്പോ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്നതിനേക്കാളും ഒച്ചത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ പറയേണ്ടത്. അവർക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട്, ഒരു ക്ലാസ്സിലാണെങ്കിൽ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന കുട്ടിക്ക് വരെ മനസ്സിലാകുന്ന അല്ലെങ്കിൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, സൗണ്ട് ഉയർത്തി സംസാരിക്കണം. അതാണ് പറയുന്നത് എന്താണ്, നമ്മുടെ പറയുമ്പോൾ ഉള്ള വോളിയം എന്ത് ചെയ്യണം, നമ്മുടെ എൻവയോൺമെന്റിനും അതുപോലെ തന്നെ ഓഡിയൻസിന്റെ സൈസിനും സ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യണത്, നമ്മൾ സംസാരിക്കുന്നത്. പിച്ച് ആൻഡ് ഇൻഫ്ലക്ഷൻ ഹാവ് ടു ബി ടേക്കൺ കെയർ ഓഫ്. നമ്മൾ പറയുന്നതിന്റെ ആ ഒരു പിച്ചും അതുപോലെ തന്നെ ആ ഒരു ഇൻഫ്ലക്ഷൻസും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. And when speaking to a group, one has to pass on the information through modulating the vocal tone. One must learn to emphasize phrases and words to capture and retain the attention of the listeners. ഇപ്പൊ നമ്മൾ എന്തോ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ശാസ്ത്ര പ്രബന്ധം അവതരിപ്പിക്കുന്നത് പോലെ ആയിരിക്കരുത് എന്ത് ചെയ്യുന്നത്, ഒരു ഒരു ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ആ ഓഡിയൻസ് നമ്മളെ തന്നെ കേട്ട് അവർക്ക് ബോറടിക്കാതെ അല്ലെങ്കിൽ അവർ ഉറങ്ങിപ്പോവാത്ത രീതിയിൽ എന്ത് ചെയ്യണം, അവരെ ഹുക്ക് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കുറച്ച് ഫ്രേസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു ഇടയ്ക്കൊക്കെ ഒരു തമാശ തോന്നിക്കുന്ന രീതിയിലുള്ള ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഓഡിയൻസിനെ നമ്മളിൽ തന്നെ നിർത്താൻ, അവര് ഇങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സ് മാറി പോകാതെ നമ്മൾ പറയുന്ന കാര്യത്തിൽ തന്നെ നിൽക്കാനായിട്ട് അവരെ നമ്മൾ പ്രേരിപ്പിക്കണം. അത്തരത്തിലുള്ള എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ഇങ്ങനത്തെ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു എലമെന്റ്സ് ഞാൻ പറഞ്ഞ ഇങ്ങനെ ആൾക്കാർ കൂടുതൽ നമ്മളെ ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ ശ്രദ്ധിക്കാനുള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ സ്പീക്കിങ്ങിനകത്തുള്ള റിറ്ററിക്സ് എന്ന് പറയുന്നത്. അതൊരു സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെയാണെന്ന് നമുക്ക് പറയാം. സോ അതിനെക്കുറിച്ചുള്ളത് ഒരു മറ്റൊരു ക്ലാസിന്റെ ടോപ്പിക്കാണ്. സോ എനിവേ, അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ഫ്രേസസ് യൂസ് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിലപ്പോൾ നമ്മൾ അവരോട് എൻഗേജ് ചെയ്തിട്ടൊക്കെ ആയാലും എന്ത് ചെയ്യണം, അവർ മറ്റു കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ മാറിപ്പോവാതെ അവർ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. സോ ഇതാണ് പറയുന്നത്, വൺ മസ്റ്റ് ലേൺ ടു എംഫസൈസ് ഫ്രേസസ് ആൻഡ് വേർഡ്സ് ടു ക്യാപ്ചർ ആൻഡ് റീറ്റെയിൻ ദ അറ്റൻഷൻ ഓഫ് ദ ലീഡേഴ്സ് അല്ലെങ്കിൽ ലിസണേഴ്സ്. ആ ലിസണേഴ്സ് നമ്മളെ കേൾക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, നമ്മളിലേക്ക് ശ്രദ്ധിക്കാനും ആ ശ്രദ്ധ നിലനിർത്താനുമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എക്സാമിന് ചിലപ്പോൾ വൺ വേർഡ് ഒക്കെ ചോദിക്കുന്ന ഒരു സാധനമാണ് എന്താണ് സ്പീക്കിങ്ങിന്റെ ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസ്. സ്പീക്കിംഗ് എന്താവാം? സ്പീക്കിംഗ് ക്യാൻ ബി ഇന്ററാക്റ്റീവ്, പാർഷ്യലി ഇന്ററാക്റ്റീവ് ഓർ നോൺ ഇന്ററാക്റ്റീവ് ഫോം. In conversation, speaking is interactive, where feedback and communication happens between the participants. Public speaking and debates can often be partially interactive, where the speaker has limited interaction with the listeners. Information received through television and similar channels of communication remains largely non-interactive. അപ്പൊ എന്താണ് പറയുന്നത്, സ്പീക്കിംഗ് എന്ന് പറയുന്നത് എന്താവാം? 3 രീതിയിലാവാം. ഒന്ന് ഇന്ററാക്റ്റീവ് ആവാം, 2 പാർഷ്യലി ഇന്ററാക്റ്റീവ് ആവാം, മൂന്നാമത്തത് നോൺ ഇന്ററാക്റ്റീവ് ഫോം ആവാം. ഇനി ഇത് എന്താണെന്ന് എക്സാമ്പിൾ വെച്ചാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്, ഇന്ററാക്റ്റീവ് സ്പീക്കിംഗ്. അതെന്താവാം, ഒരാളോട് നമ്മൾ നമ്മളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നു, 1-to-1 കോൺവെർസേഷൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടീച്ചർ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ ഒരു ക്ലാസ് എടുക്കുന്നു. ഇപ്പൊ സ്റ്റുഡൻസിനോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്ത്, സോ അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനത്തെ സ്പീക്കിങ്ങിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്ററാക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തത് പാർഷ്യലി ഇന്ററാക്റ്റീവ്. പാർഷ്യലി ഇന്ററാക്റ്റീവും ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ക്ലാസ് റൂമുകളിൽ തന്നെയാണ്. അതായത് എന്താണ്, ടീച്ചർ എന്തൊക്കെയോ പറയുന്നു, ചിലതൊക്കെ മനസ്സിലാവുന്നു, ചിലതൊന്നും പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല. ടീച്ചർ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ, സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു. പിള്ളേർ ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം ഓക്കെയാണ്, സെറ്റ് എന്ന് പറഞ്ഞിട്ട് വിടുന്നു. സോ ഈ ഒരു രീതി ഇതെന്താണ്, ഒരു ഇന്ററാക്റ്റീവ് അല്ല, പകരം ഒരു പാർഷ്യലി ഇന്ററാക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു യൂട്യൂബിനകത്തൊരു വീഡിയോ കാണുന്നു, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നു. അതിന്റെ ക്രിയേറ്റർ അത് കണ്ടിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു എന്താണ്, ഒരു പാർഷ്യലി ഇന്ററാക്റ്റീവ് മെത്തേഡ് ആണ് നമുക്ക് പറയാം.
ഇനി മൂന്നാമത്തത് നോൺ ഇന്ററാക്റ്റീവ് ഫോം. അതായത് ഇപ്പൊ ഒരു ടെലിവിഷനിലൂടെയോ അല്ലെങ്കിൽ റേഡിയോയിലൂടെയൊക്കെ ഓരോ കാര്യങ്ങൾ കേൾക്കുന്നത്, അതിന് നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. സോ അങ്ങനത്തെ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പീക്കിംഗ് ആണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? നോൺ ഇന്ററാക്റ്റീവ് ഫോം എന്ന് പറയുന്നു. അപ്പൊ സ്പീക്കിംഗ് 3 തരത്തിലുണ്ട്. ഒന്ന് ഇന്ററാക്റ്റീവ്, രണ്ട് പാർഷ്യലി ഇന്ററാക്റ്റീവ്, ആൻഡ് മൂന്നാമത്തത് നോൺ ഇന്ററാക്റ്റീവ് ഫോം. ഇന്ററാക്റ്റീവ് ഫോമിന് എക്സാമ്പിൾ നമുക്ക് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമോ അല്ലെങ്കിൽ ഒരു 1-to-1 കോൺവെർസേഷനോ പറയാം. രണ്ടാമത്തത് പാർഷ്യലി ഇന്ററാക്റ്റീവ് ആണെങ്കിൽ ഒരു ഡിബേറ്റോ അല്ലെങ്കിൽ ഒരു നോർമൽ ക്ലാസ് റൂമോ, ആൻഡ് മൂന്നാമത്തത് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ. ആൻഡ് മൂന്നാമത്തത് നമ്മുടെ നോൺ ഇന്ററാക്റ്റീവ് ഫോമിനകത്ത് വരുന്നത് എന്താണ്? ഒരു ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ റേഡിയോയിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് കിട്ടുന്ന സ്പീക്കിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺവെർസേഷൻസ്. സോ അതാണ് നോൺ ഇന്ററാക്റ്റീവ് ഫോമിന് എക്സാമ്പിൾ. നൗ speaking skills can be developed through observation and careful practice. Some of the communication platforms that require excellent speaking skills are public speaking, telephone conversations, podcasting, and anchoring. അപ്പൊ എന്താ പറയുന്നത്? സ്പീക്കിംഗ് സ്കിൽ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം? ത്രൂ ഒബ്സർവേഷൻ ആൻഡ് കെയർഫുൾ പ്രാക്ടീസ്. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലൂടെയും സംസാരിക്കുന്ന മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തായാലും തെറ്റ് വരുത്തും. കാരണം എന്താണ്? നമ്മൾ ജനിച്ചു വീണത് ഇംഗ്ലീഷ് നാട്ടിലല്ല, നമ്മൾ മലയാളം സംസാരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നമ്മൾ പെട്ടെന്നൊരു ദിവസം കയറി ഇംഗ്ലീഷ് സംസാരിച്ച എന്ത് പറ്റും? തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ എന്ത് ചെയ്യും? നമ്മൾ പിന്നെയും സംസാരിച്ച് ആ തെറ്റുകൾ എന്താവും? അത് മാറി ആ തെറ്റുകൾ നമ്മൾ തിരുത്തി ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കും. ആരും ജനിച്ചു വീഴുമ്പോൾ ഒരു ഭാഷയും കൊണ്ടല്ലല്ലോ വരുന്നത്, എല്ലാരും പഠിച്ചെടുക്കുന്നതാണ്. അപ്പോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ തുടരെയുള്ള കെയർഫുൾ പ്രാക്ടീസ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് മികച്ചതാക്കി എടുക്കാം. അതുപോലെ തന്നെ ത്രൂ ഒബ്സർവേഷൻ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ചൊല്ലാണ് എന്ത്? ഒരു വിഡ്ഢിയായ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? അതിനിടയ്ക്ക് കയറി സംസാരിക്കാൻ പോകരുത്. പകരം എന്ത് ചെയ്യുക? മിണ്ടാതിരുന്ന് ഒബ്സർവ് ചെയ്യുക. കാരണം അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ എങ്ങനെ സംസാരിക്കരുത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. And some of the communication platforms that require excellent speaking skills are public speaking, telephone conversations, podcasting, and ആങ്കറിങ്. അപ്പൊ നമുക്ക് ഏറ്റവും ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ ഈ സ്പീക്കിംഗ് സ്കില്ല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 4 പ്ലാറ്റ്ഫോംസ് ആണ് പറയുന്നത്. ഒന്ന് പബ്ലിക് സ്പീക്കിംഗ്. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അതാണ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റേജിൽ കയറി നിന്നോ അല്ലെങ്കിൽ ഒരു പോഡിയത്തിൽ നിന്നോ ഒരു കൂട്ടം ആൾക്കാരെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്, അതിനെയാണ് പബ്ലിക് സ്പീക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ടെലഫോൺ കോൺവെർസേഷൻ. ടെലഫോൺ കോൺവെർസേഷൻ കൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു സുഹൃത്തിനെ ഫോൺ വിളിച്ച് പറയുന്നത് മാത്രമല്ല ടെലിഫോൺ കോൺവെർസേഷൻ. ടെലിഫോണിലൂടെ ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെ ഒരു ഡിബേറ്റ് നടത്തുന്നു അല്ലെങ്കിൽ ടെലിഫോണിലൂടെ മറ്റൊരാളെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അത്തരത്തിലുള്ള കോൺവെർസേഷനിലെല്ലാം നമ്മൾ ജസ്റ്റ് നമ്മുടെ വെറും കോൺവെർസേഷൻ അല്ലെങ്കിൽ വെറും ഒരു സ്പീക്കിംഗ് സ്കിൽ പോരാ, കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവൽ ആയിട്ടുള്ള സ്പീക്കിംഗ് സ്കിൽ നമുക്ക് വേണം. ടെലിഫോണിലൂടെയാണ് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നത്. ഇപ്പോൾ കൊറോണ അത്തരത്തിലുള്ള പാൻഡമിക്കിന്റെ ഒക്കെ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള സൂം മീറ്റിംഗിലൂടെയും അത്തരത്തിലുള്ള ടെലിഫോണിക് കോൺവെർസേഷൻസ് ഒക്കെ ഒരുപാട് വരുന്ന കാലഘട്ടമാണ്. സോ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ടെലിഫോണിക് കോൺവെർസേഷനിലുള്ള സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ ഇതായിട്ട് പറയുന്നത് പോഡ്കാസ്റ്റിംഗ് ആണ്. പോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോ തന്നെ ആളെ കാണുന്നില്ല, നിങ്ങൾ വോയിസ് മാത്രം കേൾക്കുന്നു. ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ടെക്സ്റ്റിന്റെ ഭാഗങ്ങൾ കാണുന്നു, ചില സമയത്ത് ഒന്നുമില്ല, തംബ്നെയിൽ എന്താണോ അത് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് വോയിസ് മാത്രം കേൾക്കും. സോ അത്തരത്തിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോഡ്കാസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിലും എന്ത് വേണം? നല്ലൊരു അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ളൊരു സ്പീക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. ആൻഡ് നാലാമത്തത് ആങ്കറിംഗ് ആണ്. ആങ്കറിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ചില ആർഭാടമായിട്ടുള്ള കല്യാണങ്ങളിലൊക്കെ ഒരു ആങ്കർ നിന്നിട്ടായിരിക്കും ഓരോ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ വന്ന് ഗിഫ്റ്റ് കൊടുത്ത് അവരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി. സോ അങ്ങനെയൊക്കെ നടത്തുന്നത്. അല്ലെങ്കിൽ വലിയൊരു ഫംഗ്ഷൻ, അവാർഡ് ഫംഗ്ഷനിലൊക്കെ ആങ്കർ ചെയ്യണമെങ്കിലും എന്ത് വേണം? നല്ല രീതിയിലുള്ള ഒരു സ്പീക്കിംഗ് സ്കില്ല് വേണം. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു നല്ലൊരു അവാർഡ് പരിപാടി ഏഷ്യാനെറ്റിന് അല്ലെങ്കിൽ പേര് പറയുന്നില്ല,
ഏതെങ്കിലും ഒരു അവാർഡ് പരിപാടി അത് ആങ്കർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തി അവിടെ നിന്ന് വിക്കി ഇങ്ങനെ പരങ്ങി പോവുകയാണ്. അപ്പൊ എന്ത് പറ്റും, അത് ആ ഒരു ഫുൾ പരിപാടിയുടെ തന്നെ ആ ഒരു എന്ത് പറ്റും മൂഡ് അങ്ങ് മാറും. അല്ലെങ്കിൽ ഇപ്പൊ ചില ചില പ്രോഡക്റ്റിന്റെ റിവീലിംഗ് ഒക്കെ, അപ്പൊ അത് ഏറ്റവും മികച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ വ്യക്തിക്ക് നല്ലൊരു സ്പീക്കിംഗ് സ്കിൽ ഇല്ല എങ്കിൽ എന്ത് പറ്റിപ്പോവും, അതിന്റെ എത്ര മികച്ച ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് അവതരിപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടില്ല എങ്കിൽ എന്ത് പറ്റും, അതൊരു ലാസ്റ്റിംഗ് ഡാമേജ് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ ഏതിലൊക്കെയാണ്, പബ്ലിക് സ്പീക്കിംഗ്, ടെലിഫോൺ കോൺവെർസേഷൻ, പോഡ്കാസ്റ്റിംഗ് ആൻഡ് ആങ്കറിംഗ്. ഈ 4 പ്ലാറ്റ്ഫോംസിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു സ്കില്ലാണ് ഇത് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. Public speaking is a skill one can learn through practice. A good speaker is also a good listener. To master the skill, one can do the following exercises. അപ്പൊ എന്താണ് പബ്ലിക് സ്കിൽ എന്ന്, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം? നമുക്ക് പ്രാക്ടീസിലൂടെ നമ്മൾ തുടരെ ആൾക്കാരെ അഡ്രസ് ചെയ്ത് സംസാരിച്ച്, ഇപ്പോ വലിയ നേതാക്കൾ ആരും ഒറ്റയടിക്ക് നേതാക്കളായി മാറിയതല്ല. നമ്മളിപ്പോ കോളേജുകളിലൊക്കെ ആണെങ്കിൽ സ്റ്റുഡന്റ് പാർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ സംഘടനകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ക്ലാസ് റൂമിൽ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ചെറിയൊരു ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്ത് സംസാരിച്ച് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് വെച്ച് കുറച്ചും കൂടെ വലിയ ഗ്രൂപ്പിനോട് സംസാരിച്ച് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കാമെന്നാണ് പറയുന്നത്. എ ഗുഡ് സ്പീക്കർ ഈസ് ഓൾസോ എ ഗുഡ് ലിസണർ. വ്യക്തമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്തും വേണം, മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സുകൂടെ കാണിക്കണം. കാരണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, മറ്റൊരാളെ കേട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള സെയിം കോണ്ടെക്സ്റ്റിൽ ഒരു ഫീഡ്ബാക്ക് നൽകുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരെ, എന്ത് വേണം, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിനെ ബഹുമാനിച്ച് അത് കേൾക്കാനുള്ള മനസ്സുകൂടി നമുക്ക് ഉണ്ടാകണം. ആൻഡ് ടു മാസ്റ്റർ ദ സ്കിൽ വൺ ക്യാൻ ഡു ദ ഫോളോയിങ് എക്സസൈസസ്. നമ്മൾ ഈ ഒരു സ്പീക്കിംഗ് സ്കില്ല് മാസ്റ്റർ ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് എക്സസൈസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രാക്ടീസ് യൂസിങ് ടങ് ട്വിസ്റ്റേഴ്സ്. നമുക്ക് സംസാരിക്കുമ്പോൾ എപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പമാണ് പെട്ടെന്ന് വാക്കുകൾ കിട്ടില്ലെങ്കിൽ നാക്ക് കുടഞ്ഞു പോവുക, അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ. സോ അത് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യുക, നമ്മളെ നാക്കിനെ പ്രാക്ടീസ് ചെയ്യിക്കുക. അതിന് എന്ത് ചെയ്യുക, ടങ് ട്വിസ്റ്റേഴ്സ് നമ്മൾ ശീലിക്കുക, അല്ലെങ്കിൽ ടങ് ട്വിസ്റ്റേഴ്സ് ഇടയ്ക്കെങ്കിലും ഒക്കെ പറഞ്ഞ് നമ്മുടെ നാക്ക് ഒന്ന് വഴങ്ങുന്ന രീതിയിൽ ആക്കിയെടുക്കുക. രണ്ടാമത്തത്, പ്രാക്ടീസ് ഇൻടോണേഷൻ പാറ്റേൺസ്. പല രീതിയിലുള്ള പല തരത്തിലുള്ള വാക്കുകളും അല്ലെങ്കിൽ സെന്റൻസ് ഒക്കെ നമ്മുടെ സ്പീച്ചിന്റെ സ്ക്രിപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് അത് പറഞ്ഞ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഇൻടോണേഷൻ പാറ്റേൺസ് നമ്മൾ എന്ത് ചെയ്യുക, ഫെമിലിയർ ആയിരിക്കുക. ഡെവലപ്പ് എ വർക്കിംഗ് വൊക്കാബുലറി ആൻഡ് അപ്ഡേറ്റിംഗ് ഇറ്റ് റെഗുലർലി. അതായത് ഇപ്പോ നമ്മുടെ കോളേജിലുള്ള ഉയർന്ന അധ്യാപകരെ പോലെ നമുക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റണം എന്നില്ല. കാരണം അവർ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള അത്രയും നല്ല കടുകട്ടി വാക്കുകളൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമുക്കോ അത് കേട്ടാൽ എന്താണെന്ന് പോലും അറിയാതെ നമ്മൾ കണ്ണും തള്ളി ഇരിക്കുകയായിരിക്കും ചെയ്യുന്നത്. സോ നമ്മൾ അവരെ കോപ്പി അടിക്കാൻ നിൽക്കാതെ എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന, നമ്മുടെ വായിനെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാക്കിൽ വരുന്ന വാക്കുകൾ വെച്ചിട്ടൊരു വർക്കിംഗ് വൊക്കാബുലറി നമ്മൾ തന്നെ കണ്ടെത്തുക. അത് പിന്നെ എന്ത് ചെയ്യുക, അതിൽ തന്നെ നിൽക്കാതെ അത് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് പുതിയ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു വർക്കിംഗ് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്ത് എടുക്കുക. അടുത്ത പോയിന്റ്, മേക്ക് ഐ കോണ്ടാക്ട്, അഡോപ്റ്റ് പോസിറ്റീവ് ജെസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ് എക്സെട്ര. അത് കൂടുതലും വരുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കുമ്പോഴൊക്കെയാണ്. എന്ത് ചെയ്യുക, ഹൈ കോണ്ടാക്ട് ഉണ്ടാക്കുക. നമ്മൾ എവിടെ വെറുതെ ഭിത്തി നോക്കി മാത്രം സംസാരിക്കാതെ ആൾക്കാരെ നോക്കുക, അവരുടെ ആ ഒരു കണ്ണുകളിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുക. ഒരു ക്ലാസ്സിൽ ഒരാള് നമ്മൾ ഇരുന്ന് പഠിപ്പിക്കുകയാണ്, പക്ഷെ കുട്ടികൾ ഇരുന്ന് ഉറങ്ങുകയാണോ അതോ അവർ ഇൻട്രസ്റ്റിംഗ് അവിടെ കേൾക്കുകയാണോ, അവരുടെ കണ്ണുകളിൽ സംശയമാണോ ഉള്ളത് എന്നൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്പീക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിള്ളേരിരുന്ന് ഉറങ്ങുമ്പോൾ വെറുതെ വിളിച്ചു കയറി പറയുന്ന പഴയ കണക്ക് മാഷിനെ പോലെ ആകരുത് എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ചുള്ള എന്ത് ചെയ്യുക, പോസ്റ്റേഴ്സ് ആൻഡ് ജെസ്റ്റേഴ്സ് നമ്മൾ സ്വീകരിക്കുക. ആൻഡ് സം ആക്ടിവിറ്റീസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആർ, ഫസ്റ്റ് വൺ, to face a mirror and deliver a speech
ഒബ്സർവ് യുവർ ജസ്റ്റേഴ്സ് ആൻഡ് ഇംപ്രൂവ് ഇഫ് നീഡഡ്. അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാം, ടങ് ട്വിസ്റ്റേഴ്സ് നോക്കാം, അല്ലെങ്കിൽ ഇന്റോണേഷൻ പാറ്റേൺസ് ശ്രദ്ധിക്കാം, നമുക്ക് പറ്റുന്ന ഒരു വൊക്കാബുലറി ശീലിക്കുക, അത് പിന്നെ അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞു സ്പീക്കിംഗ് എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, അത് വെർബൽ ആൻഡ് നോൺ വെർബൽ സ്കിൽസിന്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എഫക്റ്റീവ് ആക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, നമ്മളിപ്പോ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിനു മുമ്പ് ആ സ്പീച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മിറർ നോക്കി, ഒരു കണ്ണാടി നോക്കി ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡി ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണോ പറയുന്നത് എന്നൊക്കെയുള്ളത് നമുക്കത് കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും. സോ നമ്മളിപ്പോ കൈയുടെ മൂവ്മെന്റ്സ് ആയാലും അതൊക്കെ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് വേണ്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഇനി രണ്ടാമത്തത്, ബി അവെയർ ഓഫ് യുവർ ബിഹേവിയർ വൈൽ സ്പീക്കിംഗ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ സ്വയം നമ്മൾ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവരെ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ പറയുന്നതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ സ്വയം ഒരു അവലോകനം നടത്തുക. അടുത്തത്, ഇഫ് ഫീലിംഗ് ടെൻസ്ഡ് ബിഫോർ എ സ്പീച്ച് ടേക്ക് എ ഫ്യൂ ഡീപ് ബ്രെത്ത്സ് ബിഫോർ യു ഫേസ് ദ ഓഡിയൻസ്. അതായത് എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് പേടി തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്, നോർമലാണ്. ഇനി അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ വളരെ നല്ല കാര്യം, നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇനി അഥവാ നിങ്ങൾക്ക് ടെൻഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് എക്സസൈസ് അല്ലെങ്കിൽ മേക്ക് യുവർ സെൽഫ് കംഫോർട്ടബിൾ, അതാണ് കാര്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ദീർഘനിശ്വാസം വിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ആദ്യമായിട്ട് കോളേജിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു സെമിനാറിന് വന്നപ്പോൾ ഞാൻ വളരെയധികം ടെൻഷനായിരുന്നു. അങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ എന്താണ്, ഈ എല്ലായിടത്തും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ടുള്ളത്, നമുക്കിപ്പോ ഒരു സ്റ്റേജിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ആദ്യത്തെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് ആ ഒരു പീരീഡ് മാത്രമേ നമുക്ക് ആ പേടി ഉണ്ടാവും. അതിനുശേഷം അങ്ങ് നോർമൽ ആയിക്കോളും. സോ ആ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ സ്വയം ഒന്ന് കംഫോർട്ടബിൾ ആക്കുക, കാം ആക്കുക. അതായത് നമുക്ക് ജസ്റ്റ് അവരുമായിട്ട് എൻഗേജ് ചെയ്യാം, നമ്മളെ ടോപ്പിക്കിൽ നിന്നല്ലാത്ത കാര്യങ്ങളായിട്ട് അവരോട് സംസാരിച്ച് അവരുമായിട്ട് എൻഗേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എക്യുപ്മെന്റ്സ് എല്ലാം വെച്ച് അങ്ങനത്തെ ഒക്കെ രീതിയിൽ നമ്മളെ സ്വയം കംഫോർട്ടബിൾ ആക്കുക, കുറച്ച് ഡീപ് ബ്രെത്ത് എടുക്കുക. സോ അങ്ങനെ എന്ത് ചെയ്യുക, നമ്മളൊരു ടെൻഷനോട് കൂടി ഒരു സ്പീച്ച് ചെയ്യാനായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ ആദ്യം കംഫോർട്ടബിൾ ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്പീച്ച് ഡെലിവർ ചെയ്യുക. സോ ഇത്രയുമാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള 3 പോയിന്റ്സ്. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്പീക്കിങ്ങിന്റെ 4 പ്രത്യേക പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്പീക്കിംഗ് നമുക്ക് ആവശ്യം വരുന്നത്. അത് പബ്ലിക് സ്പീക്കിംഗ്, ടെലിഫോൺ കോൺവെർസേഷൻ, പോഡ്കാസ്റ്റിംഗ്, പിന്നെയുള്ളത് ആങ്കറിംഗ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നോക്കാൻ പോകുന്നത് ടെലിഫോൺ കോൺവെർസേഷന്റെ കാര്യമാണ്. Telephone conversations are unique since communication happens exclusively through verbal cues. It is important to give right message and hence words have to be picked carefully, especially if it is a telephonic interview or a message to your client. Tone of your voice has to be clear as well. അപ്പൊ നമ്മുടെ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണ്, നമ്മൾ പറയുന്ന വാക്കുകൾ ആണ് എന്ത് ചെയ്യുന്നത്, ആ പറയുന്ന വാക്കുകളിലൂടെയാണ് നമ്മുടെ മൂഡ് എന്താണെന്ന് കേൾക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഗിവ് ദ റൈറ്റ് മെസ്സേജ് ആൻഡ് ഹെൻസ് വേർഡ്സ് ഹാവ് ടു ബി പിക്ഡ് കെയർഫുള്ളി. എന്ത് ചെയ്യണം, നമ്മൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന് പറ്റിയ വാക്കുകൾ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ അവർക്ക് എന്ത് തോന്നരുത്, അവർക്ക് ഒഫൻഡഡ് ആയിട്ട് തോന്നരുത്. And it is we have to pick the words carefully, especially if it is a telephonic interview or a message to your clients. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇന്റർവ്യൂ നടത്തുകയാണ്, നമ്മളൊരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് ജോലി കൊടുക്കാനായിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തുകയാണെങ്കിൽ ടെലിഫോണിലൂടെ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വേണം പറയാൻ. അതുപോലെ തന്നെയാണ് എന്തിന്റെ കേസും, നമ്മളിപ്പോ ഒരു ക്ലയന്റിനോട് ഒരു കാര്യം ടെലിഫോൺ വഴി പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ അവരെന്ത് ചെയ്യണം, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർ ക്ഷമയോടെ കേട്ടിരിക്കണം.
അത് ആ ഒരു രീതി അതാണ് എന്ത് കോൺവെർസേഷൻ അല്ലെങ്കിൽ ടെലിഫോണിക് കോൺവെർസേഷനിൽ വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വാക്കുകൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വേണം പറയാൻ. ആൻഡ് ടൂൺ ഓഫ് യുവർ വോയിസ് ഹാസ് ടു ബി ക്ലിയർ ആസ് വെൽ. നമ്മൾ പറയുന്ന കാര്യം എന്ത് ചെയ്യണം, വളരെ ക്ലിയർ ആയിരിക്കണം. അടുത്തത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഗൂഗിൾ മീറ്റിനകത്തുള്ള ഇതാണെങ്കിൽ തന്നെ നമ്മളിപ്പോ എന്താണ് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഓഡിയോയിലൂടെയാണ് പറയുന്നതെങ്കിൽ ചില സമയത്ത് എന്ത് പറ്റാം, അതിനകത്ത് ഇങ്ങനെ ഓരോരോ കരപ്പുകൾ അങ്ങനത്തെ ഓരോരോ അനാവശ്യമായിട്ടുള്ള സൗണ്ടുകൾ കയറി വരാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ടെലിഫോൺ കോൺവെർസേഷനിലാണെങ്കിലും എന്ത് ചെയ്യാം, സംഭവിക്കാം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യം, നമ്മുടെ വോയിസ് എന്ത് ചെയ്യണം, മാക്സിമം ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാര്യം പോഡ്കാസ്റ്റിംഗ് ആണ്. പോഡ്കാസ്റ്റിംഗ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്, ടെലിഫോൺ കോൺവെർസേഷൻ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചിലപ്പോൾ ടെലിഫോൺ കോൺവെർസേഷൻ എഴുതാനായിട്ട് പറയും, അല്ലെങ്കിൽ ഒരു ടെലിഫോണിലൂടെ ഒരു ഇന്റർവ്യൂ നടത്തുകയാണ്, അപ്പോൾ അതിന്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതുക എന്നൊക്കെ പറയും. അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് നടത്താനായില്ല, പോഡ്കാസ്റ്റിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനായിട്ട് എക്സാമിന് ചോദിക്കും. സോ എന്താണ് പോഡ്കാസ്റ്റിംഗ്? പോഡ്കാസ്റ്റിംഗ് ഈസ് എ പോർട്ട്മാൻഷ്യോ വേർഡ് ഓഫ് ഐപോഡ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പോൾ ഐപോഡ് എന്നതിലും ബ്രോഡ്കാസ്റ്റിംഗ് എന്നതിലും ഈ രണ്ട് വാക്കുകളും കൂടെ ചേർന്നുള്ള വാക്കാണ് എന്ത്, പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന വാക്ക്. ഇറ്റ് ഈസ് എൻ ഓഡിയോ ഓർ വീഡിയോ ബ്രോഡ്കാസ്റ്റ് ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ഇന്റർനെറ്റ്. അതെന്താവാം, ഒന്നെങ്കിൽ ഓഡിയോ ആകാം അല്ലെങ്കിൽ ഒരു വീഡിയോ ആകാം. അത് ഏതിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, ഇന്റർനെറ്റ് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ബ്രോഡ്കാസ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് യൂഷ്വലി ഹാസ് എ ഫോർമാറ്റ് സിമിലർ ടു എ റേഡിയോ ഓർ ടെലിവിഷൻ ഷോ. നമ്മുടെ റേഡിയോ ഷോയോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ഷോയുടെ ഒക്കെ ഒരു ഫോർമാറ്റ് ആണ് സാധാരണ രീതിയിൽ പോഡ്കാസ്റ്റിൽ വരുന്നത്. And since only a few pieces of equipment are required to record a podcast and the internet is used as the distribution medium, it is easy for everyone to create and distribute thoughts and opinions to the world. അപ്പൊ എന്താണ്, നമ്മൾ ഒരു പോഡ്കാസ്റ്റ് നടത്താനായിട്ട് എന്താണ്, നമുക്ക് ആ ഒരു ടെക്നോളജിക്കലി നമുക്ക് എന്ത് മതി, വളരെ കുറച്ച് ഉപകരണങ്ങൾ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ട്, ഫോണിൽ റെക്കോർഡിംഗ് ആപ്പ് ഉണ്ട്. സോ അത് മതി എനിക്ക്. അത് ബാക്കി വീഡിയോ ഇടുന്നത് ഇന്റർനെറ്റിലാണ് ഇടുന്നത്. സോ ടെക്നോളജിക്കലി നോക്കുമ്പോൾ വളരെ കുറച്ച് ലിമിറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും എപ്പോ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, അയാളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും എല്ലാം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കൂടുതലും കേട്ടുവരുന്ന വാക്കാണ് എന്താണ്, നമ്മളിപ്പോ ഓൺലൈനിലൂടെ പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകളിലൂടെ എന്ത് ചെയ്യുന്നത്, വിദ്വേഷം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്തും ഷെയർ ചെയ്യാമെന്നുള്ളതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വായി തോന്നുന്നതെല്ലാം ഇന്റർനെറ്റിൽ കയറി വിളിച്ചു പറയുന്ന ആ ഒരു പ്രവണത എന്തല്ല, അത് ശരിയല്ല. The podcast has to sound natural and one has to use a conversational tone for the podcast to sound interesting. ഇനി പോഡ്കാസ്റ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, നമ്മൾ നാച്ചുറൽ ആയിരിക്കുക. വെറുതെ ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിളിച്ചു കൂവുന്നതിൽ ഒന്നും വലിയ കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഒരു കോൺവെർസേഷണൽ ടോണിൽ എന്ത് ചെയ്യുക, നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് കീപ് ഇറ്റ് കൺസൈസ് ആൻഡ് ഫ്ലെക്സിബിൾ. എന്ത് ചെയ്യുക, വെറുതെ വലിച്ചു വാരി കുറെ ഇത് പറയാതെ എന്ത് ചെയ്യുക, മാക്സിമം കൺസൈസ് ആക്കിയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അത് പറയുക. ആൻഡ് ഇനി നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു ഔട്ട്ലൈൻ ആണ്. അപ്പൊ ഈ ഒരു മോഡലിൽ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് പോഡ്കാസ്റ്റിന് സ്ക്രിപ്റ്റ് ചോദിക്കുകയാണെങ്കിലും കൊടുക്കാനുള്ളത്. ഫസ്റ്റ് എന്ത് വേണം, ഒരു ഓപ്പണിംഗ് മ്യൂസിക്കൽ ജിംഗിൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ചാനൽ NGC ഓൺലൈൻ ചാനലിലാണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് എന്തുണ്ട്, ആ ഒരു ചാനലിന്റെ ലോഗോ വരുന്ന ആ ഒരു മ്യൂസിക്കൽ പാർട്ട്. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എ മോണോലോഗ് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസിങ് അബൌട്ട് ദ പോഡ്കാസ്റ്റ് ആൻഡ് വാട്ട് യു ഇന്റന്റ് ടു ടോക്ക് അബൌട്ട് ഓൺ യുവർ ഷോ. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയുടെ തന്നെ തുടക്കത്തിൽ പറഞ്ഞു എന്താണ്, ഈ ഒരു വീഡിയോ സെമസ്റ്റർ 1 BA ഇംഗ്ലീഷിന്റെ ലാംഗ്വേജ് സ്കിൽ എന്ന് പറയുന്ന ആ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മൊഡ്യൂൾ 3 യൂണിറ്റ് 4 ലെസൺ 1 സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് കേൾക്കാൻ വരുന്നവരെ എന്ത് ചെയ്യുക, അറിയിക്കുക. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്, എന്താണ്, ഓരോ വ്യക്തിയുടെയും സമയത്തെ, ഓരോ സെക്കൻഡിനെയും നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. അവരുടെ സമയം വെറുതെ കളയാൻ നിൽക്കാതെ. അതാണ് ഈ ചില ആൾക്കാരുണ്ട്, നമ്മൾ തെറ്റായിട്ടുള്ള തമ്മിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും,
മറ്റുള്ളവര് എന്താണ് എന്തോ കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിൽ എത്തിക്കും. വീഡിയോ ഫുള്ള് കണ്ട് 1/2 മണിക്കൂറൊക്കെ ആയിരിക്കും വീഡിയോ. അത് ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടും ആയിരിക്കും നമ്മൾ അറിയുന്നത് എന്താണ് ആ തംബ്നെയിൽ മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ കാര്യമൊന്നുമല്ല ആ വീഡിയോയിലുള്ളതെന്ന്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതിരിക്കുക. പകരം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോയിലൂടെ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് കൺസൈസ് ആയിട്ട് തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ഓഡിയൻസിനെ അറിയിക്കുക. അടുത്തത് ഇന്റർലൂഡ് ആണ്. കുഡ് ബി എ മ്യൂസിക്കൽ ഓർ എ സൗണ്ട് എഫക്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മുടെ ടോപ്പിക്ക് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇതാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് ചാനലിന്റെ ലോഗോയൊക്കെ വരുന്ന ആ ഒരു സാധനം, അതാണ് കുഡ് ബി എ മ്യൂസിക്കൽ ഓർ എ സൗണ്ട് എഫക്ട് വെച്ച് ഒരു ചെറിയൊരു ഇന്റർലൂഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, ടോപ്പിക്കിലേക്ക് കിടക്കുക. ടോപ്പിക് 1 ടോക്ക് ഫോർ അബൌട്ട് 3 minutes, ഒരു 3 മിനിറ്റോളം എന്നുള്ള രീതി. അതൊരു വളരെ കൺസൈസ് ആയിട്ടുള്ള ഒരു ഇതിന്റെ കാര്യമാണ് പറയുന്നത്. എന്ത് ചെയ്യുക, ഫസ്റ്റ് ടോപ്പിക്കിൽ കുറച്ച് നേരം സംസാരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക, വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുക, അടുത്ത ടോപ്പിക്കിലേക്ക് കുറച്ചു നേരം സംസാരിക്കുക, ആൻഡ് അവസാനം എന്ത് ചെയ്യുക, നമ്മുടെ ഓഡിയൻസിനെ താങ്ക് ചെയ്യുക. ക്ലോസിംഗ് റിമാർക്കായിട്ട് താങ്ക് ദ ഓഡിയൻസ്, ഗസ്റ്റ് ആൻഡ് വാട്ട് വിൽ ബി ഓൺ ദ നെക്സ്റ്റ് ഷോ. അടുത്തതായിട്ടുള്ള വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ എന്തായിരിക്കും ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുക. ആ ഓഡിയൻസിനെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കി നിലനിർത്തുക. എന്നിട്ട് അവർ എന്ത് ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യാൻ പറയുക. സോ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഓഡിയൻസിനെ അവസാനം ഒന്ന് അഡ്രസ് ചെയ്യുക. അവസാനം എന്ത് ചെയ്യുക, ഒരു മ്യൂസിക്കൽ ജിംഗിൾ വെച്ച് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുക. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 4മത്തതാണ് ആങ്കറിംഗ് ആണ്. ആങ്കറിംഗ് ഈസ് എ ചാലഞ്ചിങ് ജോബ് ദാറ്റ് റിക്വയർസ് എ സെറ്റ് ഓഫ് സ്കിൽസ് ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ പെർഫെക്റ്റിംഗ് വൺസ് സ്പീക്കിംഗ് സ്കിൽസ്. അപ്പൊ ഈ ആങ്കറിംഗ് എന്ന് പറയുന്ന സാധനം എക്സാമിന് ചോദിക്കുന്നത്, ഒന്നെങ്കിൽ ആങ്കറിംഗിന്റെ ഒരു പരിപാടി നടത്തുകയാണ്, അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുക, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും നിങ്ങൾ കണ്ടക്ട് ചെയ്യുക എന്നതിനെ കുറിച്ച് എഴുതുക എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ചോദിക്കുന്നത് ആങ്കറിംഗ് ഈസ് എ ചാലഞ്ചിങ് ജോബ്, വൈ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. സോ അതിന്റെ ആൻസർ ആണ് ഈ തന്നിരിക്കുന്നത്. Anchoring is a challenging job that requires a set of skills that can be developed through perfecting one's speaking skills. ഒരാളുടെ സ്പീക്കിംഗ് സ്കില്ല് പെർഫെക്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വളരെ ചാലഞ്ചിങ് ആയിട്ടൊരു ജോബാണ് എന്ത്, ആങ്കറിംഗ് എന്ന് പറയുന്നത്. Anchor is a person who hosts a show or a program which can be on the radio, on television or as part of a live stage show. അതായത് എന്താ, ഒരു റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ പോലെ എന്തെങ്കിലും ഒരു ലൈവ് സ്റ്റേജ് ഷോയുടെയോ ഒക്കെ ഹോസ്റ്റ് ആയിട്ട് വരുന്ന വ്യക്തി, അല്ലെങ്കിൽ അതിനെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തുന്ന വ്യക്തിയാണ് എന്ത്, അതിന്റെ ആങ്കർ എന്ന് പറയുന്നത്. An anchor has to have excellent language competency, has to learn the details of the program that she is anchoring, and a script that will help her in command throughout the show. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ന്യൂസിലുള്ള ഒരു ഡിബേറ്റ് കാണുകയാണ്. അപ്പൊ ന്യൂസിലുള്ള ഡിബേറ്റിനകത്ത് ഒരു ശരിക്കും ഒരു എന്താണ്, ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുമായിട്ടായിരിക്കും അതിന്റെ ആങ്കർ വരുന്നത്. കയ്യിൽ ഫോണും ഫ്രണ്ടിൽ ലാപ്പും ഇപ്പുറത്ത് ഒരുപാട് പ്രൂഫുകളായിട്ടുള്ള പല പേപ്പറും ബുക്കും ഒക്കെ ആയിട്ടായിരിക്കും അതിന്റെ അവതാരകൻ വരുന്നത്. സോ അത്രയും തയ്യാറെടുപ്പുകളോടുകൂടി ആണ് വരേണ്ടത്. ആര് എന്ത് പറഞ്ഞാലും ആ ഒരു ടോപ്പിക്കിൽ ഉള്ള മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞു വെച്ച് അതിൽ സംസാരിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യാവൂ, ഒരു ഇത്തരത്തിലുള്ള ന്യൂസിലൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ഡിബേറ്റുകളും ഒക്കെ ആങ്കർ ചെയ്യാനായിട്ട് പോകാവൂ. അപ്പോ an anchor has to have an excellent language competency. അപ്പൊ അതുപോലെ തന്നെ ആങ്കറിന് എന്തും വേണം, ആ കയ്യിൽ അത്രയും പ്രൂഫ് ഉണ്ടായിട്ട് കാര്യമില്ല, അത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് പറയാനും പറ്റണം. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്ത് വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. സോ കുറിക്കൊള്ളുന്ന രീതിയിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള സമയത്ത് പത്തിക്കടിക്കുന്നത് പോലെ എന്ത് ചെയ്യണം, പറയാനായിട്ട് സാധിക്കണം. ആൻഡ് ഹാസ് ടു ലേൺ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോഗ്രാം ദാറ്റ് ഷീ ഈസ് ആങ്കറിങ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എന്താണോ അതിനെക്കുറിച്ചുള്ള മാക്സിമം കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, ആങ്കറിന് അറിഞ്ഞിരിക്കണം. ആൻഡ് എ സ്ക്രിപ്റ്റ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഹെർ കമാൻഡ് ത്രൂ ദ ഷോ. ആ ഒരു ഷോയുടെ തുടക്കം മുതൽ അവസാനം വരെയും കൺട്രോൾ ആങ്കറിന്റെ കയ്യിൽ തന്നെ ആയിരിക്കണം. അതിന് ആങ്കറിനെ സഹായിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് വേണമെങ്കിൽ തയ്യാറാക്കി കയ്യിൽ വെക്കാം.
An anchor can also be called the host or hostess, the compare or the MC or master of ceremonies. അപ്പൊ ആങ്കറിനെ തന്നെ മറ്റു പല പേരുകളിലും വിളിക്കുന്നതാണ് എന്ത്, ഹോസ്റ്റ് എന്നോ ഹോസ്റ്റസ് എന്നോ കമ്പയർ എന്നോ MC അഥവാ മാസ്റ്റർ ഓഫ് സെറമണീസ് എന്നോ അങ്ങനെ പല പേരുകളിൽ നമ്മൾ ആങ്കറിനെ വിളിക്കുന്നു. സോ ഇതാണ് സ്പീക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ല്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്ന ഒരു പാഠമാണ് നമ്മുടെ ഈ സ്പീക്കിംഗ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. സോ നിങ്ങൾ പഠിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.